മുന്നണി മാറ്റത്തിൽ ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ എന്തെന്നാണ് ആകാംക്ഷ. വാർത്താസമ്മേളനം അല്പസമയത്തിനകം കോട്ടയത്ത് നടക്കാനിരിക്കുന്നു. അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമമിടാൻ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകാൻ സാധ്യത. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുന്നേ റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും അനുനയിപ്പിക്കാനാണ് നീക്കം. ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു CPIM. ജോസ് കെ മാണിയെ VN വാസവൻ ഫോണിൽ വിളിച്ചു. ഇതിനിടെ പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ മാണി സി കാപ്പനെ അനുനയിപ്പിക്കുന്നുമുണ്ട് UDF. തിരുവമ്പാടിയിൽ നൽകാമെന്നാണ് മുസ്ലിം ലീഗിന്റെ ഉറപ്പ്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നു. വിവരങ്ങളുമായി ലേബി സുരേന്ദ്രനും റഹീസ് റഷീദും അഖിൽ കെയുമാണുള്ളത്. ആദ്യം ലേബിയിലേക്കാണ്. ലേബി, വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു. ജോസ് കെ മാണി പറഞ്ഞത് 11 മണിയുള്ള വാർത്താ സമ്മേളനം ഇപ്പോൾ 11:25 ആകുന്നു. വാർത്താ സമ്മേളനത്തിൽ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്താൻ ഇരിക്കുന്നു എന്നുള്ള സൂചനകളാണ്. അത് താൽക്കാലികമായ അടവു നയം എന്നാണോ അറിയാനാകുന്നത്? അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ഉറച്ചു പറഞ്ഞ ശേഷം പിന്നെ ഒരു മുന്നണി മാറ്റം അത് ഉണ്ടാകുമോ? സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതൊരു അടവു നയം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിനെ അത് പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. കാരണം വിട്ടുപോന്നിട്ടുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസ്യതയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലുള്ളവർക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായി ഇപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമമിടുക എന്ന ലക്ഷ്യത്തോടെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 11:30 കോട്ടയത്ത് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും പറയുക LDF-നുള്ളിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ള കാര്യമാവും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 16 നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കാനാണ് നീക്കം. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇക്കാര്യത്തിൽ കാര്യമായ ആലോചനയൊന്നും ജോസ് കെ മാണി നടത്തിയിട്ടില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. പാലാ നഗരസഭയിലടക്കം ഈ ഒരു സാഹചര്യത്തിൽ മുന്നണി വിട്ട് UDF-ലേക്ക് വരിക എന്നുള്ളത് ഇപ്പോൾ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആലോചനകൾ ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ഈ കാര്യത്തിലെ സംസാരമൊക്കെ നടന്നതാണ്. അതിനു മുമ്പ് പാലായിലും നടന്നിരുന്നു. ഈ കാര്യമൊക്കെ സംസാരിച്ചപ്പോഴും റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മാത്രമാണ് ഇപ്പോൾ ഒരു കൃത്യമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രൊഫസർ N ജയരാജ് ആകട്ടെ എക്കാലത്തും റോഷി അഗസ്റ്റിനോട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ജോസ് കെ മാണി ഒരു തീരുമാനമെടുത്ത UDF-ലേക്ക് പോരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ N ജയരാജിന്റെ കാര്യം വളരെ തീരുമാന നിർണായകം തന്നെയായിരിക്കും. എങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ജോസ് കെ മാണിക്കൊപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം വന്നാൽ വരും എന്ന് തന്നെയാണ്. അപ്പോഴും അതിനു മുമ്പ്, അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പ് ഇത്തരത്തിൽ LDF വിട്ട് UDF-ലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോകാൻ, അതായത് റോഷി അഗസ്റ്റിനെയും ഇടുക്കി MLA റോഷി അഗസ്റ്റിനെയും റാന്നി MLA പ്രമോദ് നാരായണനെയും കൂടെ ചേർത്തുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള ശ്രമം തന്നെയാണ് ജോസ് കെ മാണിയുടെ ക്യാമ്പിൽ നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം ഗൾഫിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നതിന് ശേഷം എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമൊക്കെ നമ്മൾ നടത്തിയതാണ്. അപ്പോഴാണ് വാർത്താ സമ്മേളനം നടത്തി ഇത്തരമൊരു ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് തടയിടാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയത്. ഏതായാലും ഇപ്പോൾ പ്രധാനമാണല്ലോ. ഓഫർ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പാല എന്തായാലും വേണമെന്ന് ആവശ്യപ്പെടുന്നു. പാലായിൽ എങ്ങനെയാണ് മാണി സി കാപ്പനെ അനുനയിപ്പിക്കാൻ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അവിടെ ലീഗിന്റെ ഇടപെടൽ എന്നുള്ള വാർത്തയും വരികയാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴ വേണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ടോ ഇപ്പോൾ മാണി വിഭാഗം? സ്മൃതി, അത് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും. തൊടുപുഴ ചോദിക്കുകയുമില്ല, തൊടുപുഴ UDF കൊടുക്കുകയുമില്ല. പ്രത്യേകിച്ച് PJ ജോസഫ് UDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളാണ്. കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ കൂടെ വിട്ടുപോയി, നമ്മൾക്ക് ആ വിട്ടുപോയ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ സ്മൃതി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലി തർക്കം വരുന്നു, ചെയർമാനെ ചൊല്ലി തർക്കം വരുന്നു, കേരള കോൺഗ്രസ് പിളരുന്നു. ഈ കേരള കോൺഗ്രസ് പിളരുന്ന സമയത്തും UDF-നൊപ്പം ഉറച്ചു നിന്ന കേരള കോൺഗ്രസ് എം വിട്ടുപോയപ്പോഴും ഉറച്ചു നിന്ന കേരള കോൺഗ്രസിനെയും PJ ജോസഫിനെയും ഒരിക്കലും UDF-നെ തള്ളിക്കളയാൻ സാധിക്കില്ല. PJ ജോസഫിന്റെ സ്വന്തം തട്ടകമായ തൊടുപുഴ ചോദിക്കുക എന്നുള്ളതും മര്യാദയല്ല. അത് വിട്ടുകൊടുക്കാനുള്ള നീക്കം UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു തർക്കവുമില്ലാതെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും, അങ്ങനെ തൊടുപുഴ വിട്ടുകൊടുക്കുന്ന ഒരു നീക്കം ഒരു കാരണവശാലും UDF എടുക്കുകയില്ല. അത് ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. മറ്റുള്ള കാര്യം, ഇപ്പോൾ മാണി സി കാപ്പന്റെ കാര്യമാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലൊരു തീരുമാനം UDF-ന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ, പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ സ്വാഭാവികമായും കേരള കോൺഗ്രസ് എം വരുന്നത് സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. കാരണം മധ്യ തിരുവിതാംകൂറിൽ, മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം,
പത്തനംതിട്ട ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കേരള കോൺഗ്രസ് എം കൂടി ഉണ്ടെങ്കിൽ ക്രൈസ്തവ മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാണി സി കാപ്പൻ ആ തീരുമാനത്തിന് എതിര് നിൽക്കില്ല. പാലായ്ക്ക് പകരം ഇപ്പോൾ തിരുവാമ്പാടി എന്നുള്ളൊരു സൂചനയൊക്കെ നമ്മൾ തന്നെയാണ് ആദ്യം പറഞ്ഞത്. തിരുവാമ്പാടിയിലേക്ക് മാറുകയാണെങ്കിൽ ലീഗ് ഇടപെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായാൽ മാണി സി കാപ്പൻ അനുനയപ്പെടുക തന്നെ ചെയ്യും. അതുമാത്രമല്ല താമരശ്ശേരി ബിഷപ്പുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. ഈ ബന്ധമൊക്കെ ഉപകാരപ്പെടും. ഈ ഒരു സമയത്ത് മാണി സി കാപ്പൻ മാറുകയാണെങ്കിൽ പാലാ സീറ്റിന്റെ കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടാവുകയുമില്ല. ജോസ് കെ മാണിക്ക് മാനത്തിന് ജോസ് കെ മാണിയുടെ നിർദ്ദേശത്തിനൊപ്പമൊക്കെ നിൽക്കാൻ UDF-ന് ബുദ്ധിമുട്ടുണ്ടാകില്ല. സീറ്റിന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും ഈ ഘട്ടത്തിൽ അനുനയ നീക്കം കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ശക്തമായി നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് കമ്മിറ്റിക്ക് മുൻപ് വലിയ തീരുമാനങ്ങൾ ഉണ്ടാകാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ബേബി